അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2023 പൊതുപരീക്ഷ ചോദ്യപേപ്പറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തജ്വീദുൽ ലിസാനും പൊതുപരീക്ഷയ്ക്ക് ഒരൊറ്റ പേപ്പറാണ്. 100 മാർക്കിലാണ് ചോദ്യം. നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന രീതി, ആദ്യം പരീക്ഷാ ഹാളിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ചോദ്യം വായിച്ചു നൽകുന്നത് അതുപോലെ ചോദ്യം വായിച്ചു തരും, ശേഷം അതിൻ്റെ ഉത്തരം പറയും. ചോദ്യം വായിക്കുന്ന സമയത്ത് അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കുക. പിന്നീട് ഉത്തരം പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര ഉത്തരം നിങ്ങളുടേത് ശരിയായി എന്ന് നോക്കിയിട്ട് നിങ്ങളുടെ സ്കോർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ്. നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ആയിട്ടുള്ള ചോദ്യം വായനയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യ ചോദ്യം ചേർത്ത് എഴുതാം. ഉത്തരം ബ്രാക്കറ്റിലുണ്ട്. 1. ഒരു പ്രദേശത്ത് മനഃപ്പാഠമുള്ള ഒരാളെങ്കിലും ഉണ്ടായിരിക്കണം. എന്ത് മനഃപ്പാഠമുള്ള ഒരാളെങ്കിലും ഉണ്ടായിരിക്കണം എന്നാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ ഉത്തരം ബ്രാക്കറ്റിലുണ്ട്. ആയത്തുൽ കുർസിയാണോ, ഖുർആനാണോ, ഹംസത്തുൽ വസ്ലാണോ, ഹാഉ സക്തയാണോ, ഹംസത്തുൽ ഖത്ത് ആണോ, ഏതാണ് എന്നുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. രണ്ടാമത്തെ ചോദ്യം പതിവാക്കൽ സുന്നത്തുള്ള ആയത്തുകളിൽ പെട്ടതാണ്. പതിവാക്കൽ സുന്നത്തുള്ള ആയത്തുകളിൽ പെട്ടതാണ് ഏത് എന്നുള്ളത് ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക. മൂന്നാമത്തേത് മാലിയ എന്നതിലെ ഹാ ഏതാണെന്ന് എടുത്തെഴുതുക. നാലാമത്തേത് ഇബ്നു മറിയം എന്നതിലെ ഹംസ. കൂട്ടി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്ത ഹംസയാണല്ലോ വസ്ലിൻ്റെ ഹംസ. അപ്പോൾ ഇബ്നു മറിയം എന്നുള്ളതിൻ്റെ മുമ്പൊരായത്തുണ്ടെന്നുണ്ടെങ്കിൽ ആ മുന്നുള്ള ആയത്ത് ശേഷമുള്ളതിലേക്ക് കൂട്ടി ഓതുമ്പോൾ അതിലെ ഈ എന്നുള്ള അക്ഷരം ഉച്ചരിക്കുന്നുണ്ട് എങ്കിൽ അത് ഹംസത്തുൽ ഖത്തുവും, ഇനി ഈ എന്നുള്ള അക്ഷരം ഉച്ചാരണത്തിൽ വരുന്നില്ലെങ്കിൽ അത് ഹംസത്തുൽ വസ്ലുമാണ്. അതായത് ഈസ ഇബ്നു മറിയം എന്നാണ് ആ ആയത്ത്. അപ്പോൾ ഈ എന്നുള്ളത് ഉച്ചാരണത്തിൽ വരുമ്പോൾ അത് ഹംസത്തുൽ ഖത്ത് ആണല്ലോ. കാരണം ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരുന്നതാണ് ഹംസത്തുൽ ഖത്ത്. ചേർത്തി ഓതുമ്പോൾ മാത്രമല്ല കേട്ടോ, ആരംഭത്തിലും വരും. പക്ഷേ ഹംസത്തുൽ വസ്ൽ ആരംഭത്തിൽ മാത്രമാണ് വരിക. ഉത്തരം ലാസ്റ്റ് പറയാം. അഞ്ചാമത്തത് അഖീമു എന്നതിലെ ഹംസ. അഖീമു എന്നതിലെ ഹംസ ഏതാണ്? നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവുമെന്ന് പറയുന്നു. ഉത്തരം പറയാവുന്നു. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഒരു പ്രദേശത്ത് മനഃപ്പാഠമുള്ള ഒരാളെങ്കിലും ഉണ്ടായിരിക്കണം. ഖുർആൻ മനഃപ്പാഠമുള്ള ഒരാളെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ള ചോദ്യം. ഇതിൻ്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പതിവാക്കൽ സുന്നത്തുള്ള ആയത്തുകളിൽ പെട്ടതാണ് ആയത്തുൽ കുർസി. 3. മാലിയ എന്നതിലെ ഹാഉ സക്തയാണ് കേട്ടോ. 4. ഇബ്നു മറിയം എന്നതിലെ ഹംസത്തുൽ വസ്ലാണ്. 5. അഖീമു എന്നതിലെ ഹംസത്തുൽ ഖത്ത് ആണ്. അഖീമു എന്നുള്ളത് ഹംസത്തുൽ ഖത്ത് ആണ്. അത് ചേർത്തി ഓതുമ്പോൾ അത് പോവില്ല. പക്ഷെ ഈസ ഇബ്നു മറിയം എന്ന് പറയുമ്പോൾ ഈസ ബിനു എന്ന് പറയുന്നത്, ഈസ ഇബിനു എന്ന് പറയുന്നില്ല. പക്ഷെ അഖീമു എന്നുള്ളത് അങ്ങനെയല്ല, അതെപ്പോഴും ആ എന്നുള്ള അക്ഷരം ഉണ്ടാവും. അപ്പോൾ ചേർത്തി ഓതുമ്പോഴും ഉച്ചാരണത്തിൽ വരുന്നതാണ് ഹംസത്തുൽ ഖത്ത്. എത്ര ചോദ്യം നിങ്ങൾക്ക് ഒന്നാമത്തെ ശരിയായി എന്നുള്ളത് കണ്ടുപിടിച്ചതിന് മാർക്ക് കൂട്ടുക കേട്ടോ. ഇനി നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ ചോദ്യം ശരി അടയാളപ്പെടുത്താമെന്നാണ്. അതായത് ഉത്തരം ഇവിടെ തന്നിട്ടുണ്ട്. ഏതാണ് ശരി അതിന് നേരെ നിങ്ങൾ ടിക്ക് ചെയ്യുക. ചോദ്യം 1. വഖഫിൽ അവസാന ഹർഫിന് നൽകേണ്ടത്. വഖഫ് എന്ന് പറഞ്ഞാൽ നിർത്തലാണല്ലോ. ഒരായത്ത് ഇങ്ങനെ ഓതുമ്പോൾ പെട്ടെന്ന് നിർത്തുന്നതിനാണ് വഖഫ്. അങ്ങനെ നിർത്തുമ്പോൾ അവിടെ
അവസാനത്തെ അക്ഷരത്തിന് നിർത്തുമ്പോൾ ഉള്ള ആ ആയത്തിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് എന്താണ് നൽകേണ്ടതെന്ന് ചോദിക്കുന്നത്. ഹർഫ് എന്ന് പറഞ്ഞ അക്ഷരം കേട്ടോ. സുക്കൂനാണോ ഫത്ത് ആണോ ലമ്മാണോ ഏതാണെന്നുള്ളത് നിങ്ങൾ ടിക്ക് ചെയ്യാം. രണ്ടാമത്തത്, ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരല്. ഹംസാണോ ഇസ്തില ആണോ കൽക്കലയാണോ. 3, സ്വാദിൻ്റെ മഖ്റജിൽ നിന്നാണ് പുറപ്പെടുന്നത്. അതായത് മഖ്റജ് എന്ന് പറഞ്ഞാൽ ഉത്ഭവസ്ഥാനം, ഒരക്ഷരം ഉത്ഭവിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ സ്വാദിൻ്റെ അതേ സ്ഥലത്ത് തന്നെ വരുന്ന അതിനോട് സാമ്യമായിട്ടുള്ള മറ്റൊരു ശബ്ദം ഏതാണെന്ന് ചോദിക്കുന്നത്. വാവാണോ കാഫാണോ സീനാണോ. 4, ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതുന്നതിന് പറയുന്ന പേരാ ചോദിക്കുന്നത് കേട്ടോ. സക്ത വഖഫ് ഉന്നത്ത്. 5, ഫത്ഹിൻ്റെയും കസ്റിൻ്റെയും ഇടയിലായി ഏകാരസ്വരത്തിൽ ഉച്ചരിക്കൽ. ഇഷ്മാം ഇമാലത്ത് ഇഖ്ലാബ്. ഏതാണ് ശരിയായ ഉത്തരം? ടിക്ക് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഉത്തരം പറയാം. നിങ്ങൾക്കിതിൻ്റെ ഉത്തരങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എന്നാലും നമുക്കൊന്ന് കൺഫേം ചെയ്യാം ശരിയാണോ എന്നുള്ളത്. വഖഫിൽ അവസാന ഹർഫിന് നൽകേണ്ടത് സുക്കൂനാണ്. 2, ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരുന്നത് ഇസ്തില ആണ്. 3, സ്വാദിൻ്റെ മഖ്റജിൽ നിന്ന് പുറപ്പെടുന്നത് സീനാണ്. 4, ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതൽ സക്തയാണ്. 5, ഫത്ഹിൻ്റെയും കസ്റിൻ്റെയും ഇടയിലായി ഏകാരസ്വരത്തിൽ ഉച്ചരിക്കൽ ഇമാലത്താണ്. ഇതിൽ പറയുമ്പോൾ മറ്റുള്ളത് കൂടി മനസ്സിലാക്കാം കേട്ടോ. ഇനി ചിലപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് ഇനി നേരെ തിരിച്ചു പോയിക്കോട്ടോ. അതായത് ഇവിടെ ഇമാലത്തല്ല ചോദിച്ചത്. അടുത്ത പ്രാവശ്യം ചിലപ്പോൾ ഇഷ്മാം എന്താ ചോദിക്കും. അപ്പോൾ ഇഷ്മാം എന്താ നിങ്ങൾക്കറിയാലോ. ചുണ്ട് കൂർപ്പിച്ചിട്ട് ഓതുന്നതിനാണല്ലോ ഇഷ്മാം എന്ന് പറയുന്നത്. 3, പൂർത്തിയാക്കാം. വഇസാ ഖുരിഅ ഡാഷ് ഫസ്തമിഉ ലഹു വഅൻസിതു ഡാഷ് തുർഹമൂൻ. വഇസാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. 2, കലാമുൻ ഖദീമുൻ ഡാഷ് സമാഉഹു തനസഹ അൻ ഖൗലിൻ ഡാഷ് വനിയതി. അതിനുത്തരം കലാമുൻ ഖദീമുൻ ലാ യുമല്ലു സമാഅഹു തനസ്സഹ അൻ ഖൗലിൻ വഫിഅലിൻ വനിയതി. 4, നിശ്ചിത സ്ഥാനത്ത് എഴുതാം. വഖഫുൽ ഔല വഖഫ് ജായിസ് അൽ വസ്ലുൽ ഔല ഹ സക്ത ഹ തഅനീസ് ഹ ഉളമീർ. വഖഫുൽ ഔല ഏതാണ്? ബ്രാക്കറ്റിലുണ്ട്, അത് എടുത്ത് എഴുതിയാൽ മതി. വഖഫുൽ ജായിസിന് കാണിക്കുന്ന സിമ്പിൾ ഏതാ? ബ്രാക്കറ്റിലുണ്ട്. അൽ വസ്ലുൽ ഔല ഏതാണ്? വസ്ലുൽ ഔലിൻ്റെ സിമ്പിൾ. ഹ സക്ത ഏതാണ്? 2 ആയത്ത് തന്നിട്ടുണ്ട്. ഗാഷിയ ഹിസാബിയ, അതിലേതാണ് ഹ സക്ത എന്ന് എടുത്ത് എഴുതുക. ഹ തഅനീസ് ഏതാണ്? ഗാഷിയാണോ ഹിസാബിയാണോ? ഹ ഉളമീർ ഏതാണ്? എടുത്ത് എഴുതാം. ഇനി ഉത്തരം പറയാം കേട്ടോ. ഇതിൻ്റെ എല്ലാവർക്കും ഉത്തരം കിട്ടിയെന്ന് കരുതുന്നു. എല്ലാവരും നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് സ്കോർ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ലാസ്റ്റ് വഖഫുൽ ഔല ഖിലയാണ് കേട്ടോ. വഖഫുൽ ജായിസ് ജീമാണ്. അൽ വസ്ലുൽ ഔല സിലയാണ്. ഹ സക്ത ഹിസാബിയ, ഹ തഅനീസ് ഗാഷിയ, ഹ ഉളമീർ ലഹു. അടുത്ത ചോദ്യം വ്യക്തമാക്കാം.
അഷറത്തുൽ ഖുറായിൽ മദീനക്കാരായ ഖാരിഉകൾ ആരൊക്കെയാണെന്ന് ചോദിക്കുന്നത്. നാഫിഅ അൽ മദനി, അബൂ ജാഫർ അൽ മദനി, ഇവർ രണ്ട് പേര് കേട്ടോ. അടുത്ത ചോദ്യം, ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസ്ഹഫിൻ്റെ കോപ്പികൾ അയച്ചു കൊടുത്ത 4 പട്ടണം ഏതെല്ലാം ചോദിക്കുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസ്ഹഫ് അതിൻ്റെ കോപ്പികൾ ഒരുപാട് പട്ടണത്തിലേക്ക് അയച്ചു കൊടുത്തിരുന്നു. അതിൽ 4 പട്ടണമാണ് ചോദിക്കുന്നത്. കൂഫ, ബസ്ര, ഷാം, മക്ക. 3 ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരുന്ന ഹംസ. ചേർത്തി ഓതുമ്പോഴും ഉച്ചാരണത്തിൽ വരുന്ന ഹംസ ഏതാണ് എന്ന് ചോദിക്കുന്നത് കേട്ടോ. നിങ്ങൾക്കറിയാം, ഹംസത്തുൽ ഖത്അ. ആറാമത്തെ ചോദ്യം മുതൽ ലിസാനായിരിക്കും കേട്ടോ, ശ്രദ്ധിക്കണത്. ന്യൂസിൽ ബിമാ യുനാസിബ് യോജിച്ചതിൽ എഴുതാനാണ് പറഞ്ഞത്. ബ്രാക്കറ്റിൽ ഉത്തരമുണ്ട്, സിമ്പിളാണ്, അതങ്ങടുത്ത് എഴുതിയാൽ മതി. ചോദ്യം 1, ഫി ബൈത്തി അർബഉ ഡാഷ് റഅയ്തു സമാനിയത ഡാഷ്. 3 കാനത്തിൽ ഉമ്മു ഡാഷ് ഇന്ന അബി ഡാഷ്. 5 യൽബസു നൗഫലും ബിസ്ലത്തൻ ഡാഷ്. ഉത്തരം പറയാണ്. ഉത്തരങ്ങൾ യഖറഉ തോലിബാത്തിൻ റസ്മിയത്തൻ തഖ്നത്തു തുയൂർ എന്നിങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തേത് ചോദ്യത്തിൻ്റെ ഉത്തരം ഫി ബൈത്തി അർബഉ. അർബഉ എന്നുള്ളത് എണ്ണൽ സംഖ്യയാണല്ലോ അല്ലേ. അപ്പോൾ എണ്ണപ്പെടുന്ന വസ്തു ഉണ്ടാവില്ലേ. ഓക്കെ, ഈ എണ്ണൽ സംഖ്യക്ക് ത്വാ ഉണ്ടോ നോക്കുക. അർബഅത്ത് എന്നാണോ അർബ ആണോ നോക്കുക. ത്വാ ഇല്ലെങ്കിൽ, അർബഅത്ത് എന്നല്ലെങ്കിൽ, അതായത് അർബഇൻ്റെ കൂടെ തനീസിൻ്റെ താ ഇല്ലെങ്കിൽ അവിടെ ഉത്തരം മുഅന്നസ് ആയിരിക്കും, ത്വാലിബാത്ത്. 2 റഅയ്തു സമാനിയത. സമാനിയ എന്നുള്ളത് എണ്ണൽ സംഖ്യയാണല്ലേ. അപ്പോൾ എണ്ണൽ സംഖ്യയാവുമ്പോൾ ആ സംഖ്യക്ക് അവസാനം താ ഉണ്ടോ ഇല്ലേ? ഉണ്ട്. അർബഇന് താ ഇല്ലായിരുന്നു, പക്ഷേ സമാനിയത്തിന് താ ഉണ്ട്. താ ഉണ്ടാവുമ്പോൾ അതെന്ത് പാടില്ല, ത്വാലിബാത്ത് പോലെ അവസാനം താ വരുന്നത് പാടില്ല. അപ്പോൾ ഇതിൽ തുയൂർ എന്നാണ് കേട്ടോ ഉത്തരം. റഅയ്തു ഞാൻ കണ്ടു, സമാനിയത്ത തുയൂർ 8 പക്ഷികളെ. 3 കാനത്തിൽ ഉമ്മു, ഉത്തരം തഖ്നത്തു. 4 ഇന്ന അബി, ഉത്തരം യഖ്റഉ. 5 യൽബസു നൗഫലുൻ ബിസ്ലത്തൻ റസ്മിയ. ഏഴാമത്തെ ചോദ്യം നോക്കുക. നുമയ്യിസ് സ്വഹീഹ ബിഹാസിഹി. ഇതിൽ ശരിയായതിൻ്റെ നേരെ ടിക്ക് ചെയ്യാനാണ് പറഞ്ഞത്. രണ്ടാമത്തെ ചോദ്യം പോലെ തന്നെ ശരിയായത് ടിക്ക് ചെയ്താൽ മതി കേട്ടോ. 1 യഖില ഉമറു മിനൻ നൗമി നായിമൻ മുബക്കിറൻ മുസല്ലിയൻ. ഉത്തരം ലാസ്റ്റ് പറയാം. 2 അതഅല്ലമു മാളി മുലാരിയോ ജാമിദുൻ. അതഅല്ലമു എന്നുള്ള വെർബ് ഫിഅല് പ്രവൃത്തിയുടെ ഒരു പദമാണല്ലോ അതഅല്ലമു എന്നുള്ളത്. ആ ഒരു പ്രവൃത്തി മാളി, അതായത് കഴിഞ്ഞ കാലത്തിൽ സംഭവിച്ചതാണോ, മുലാരി ഇനി സംഭവിക്കാനുള്ള പ്രവൃത്തിയാണോ, ജാമിദുൻ ജാമിദാണോ എന്ന് ചോദിക്കുന്നത്. 3 തവസ്സക. തവസ്സക അതിനോട് യോജിച്ചത് സൈനബാണോ, ആയിഷയാണോ, ഹാമിദ് എന്നാണോ. 4 സെയ്ദുൻ വ അനീസുൻ അതിനോട് യോജിച്ച പദം യൽ അബാനിയാണോ, തെൽ അബാനിയാണോ, തെൽ അബു ആണോ. 5 ഷഗൽന അതിനോട് യോജിച്ച പദം മാലിയാണോ, മുലാരിയാണോ, നാഖിസാണോ.
ഇനി നമുക്ക് ഉത്തരങ്ങളിലേക്ക് കടക്കാം. നുമയ്യിസ് സ്വഹീഹ ബിഹാസിഹി, ഇതിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ചോദ്യം 1. യഖിള ഉമറു മിനൻ നൗമി മുബക്കിറൻ. ഉമർ അതിരാവിലെ ഉറക്കത്തിൽ നിന്നും ഉണർന്നു. യഖിള ഉണർന്നു, ഉമർ എന്നുള്ള ആളുടെ പേര്. മിന എന്നർത്ഥം, മിന എന്നുള്ളതിൻ്റെ അർത്ഥം നിന്ന് എന്ന്. മിനൻ നൗമി എന്ന് പറയുമ്പോൾ ഉറക്കത്തിൽ നിന്ന്. നഇമൻ ഉറങ്ങിയവനായ നിലയിൽ. മുബക്കിറൻ അതിരാവിലെ. മുസല്ലിയൻ നിസ്കരിച്ചവനായ നിലയിൽ. 2. അതഅല്ലമു. അതഅല്ലമു എന്നുള്ളത് കഴിഞ്ഞു പോയ കാലമാണോ അതോ വരാൻ പോകുന്ന കാലത്തുള്ളതാണോ? അതഅല്ലമു എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കും എന്നർത്ഥം. തഅല്ലംതു എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചു. അതഅല്ലമു ഞാൻ പഠിക്കും, പഠിച്ചിട്ടില്ല, പഠിക്കും. വരാൻ പോകുന്ന കാലം മുളാരി എന്നാണ് ആൻസർ. 3. തവസ്സക. തവസ്സക അതിനോട് യോജിച്ച പദം സൈനബാണോ, ആയിഷയാണോ, ഹാമിദാണോ? തവസ്സക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് തവസ്സക അവനൊരു പുരുഷൻ പല്ല് തേച്ചു എന്നർത്ഥം അല്ലേ. അപ്പോൾ അവനൊരു സ്ത്രീ അല്ല, അവളൊരു സ്ത്രീ പല്ല് തേച്ചു എന്നുള്ളതിന് എന്താ പറയുക? സർഫാക്കി നോക്കിയാൽ മതി. ഫഅല, ഫഅല, ഫഅലു, ഫഅലത്ത്. അവസാനം താ വരണല്ലേ, അവളൊരു സ്ത്രീ എന്നുള്ളതിന്. ഇപ്പോൾ തവസ്സക, തവസ്സക, തവസ്സകു, തവസ്സക്കത്ത്. തവസ്സക്കത്ത് എന്ന് പറയുമ്പോഴാണ് അവളൊരു സ്ത്രീ എന്നർത്ഥം വരുന്നത്. തവസ്സക എന്ന് പറഞ്ഞാൽ അവൻ ഒരു പുരുഷൻ. അപ്പോൾ ഇതിൽ പുരുഷനായിട്ടുള്ളത് സൈനബാണോ? അല്ല. ആയിഷയാണോ? അല്ല. ഹാമിദാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഉത്തരം ഹാമിദ് എന്നാണ് കേട്ടോ. 4. സെയ്ദും വാനീസുൻ. സെയ്ദും വാനീസും 2 പേരുണ്ടല്ലേ. അപ്പോൾ 2 പേരുണ്ടാകുമ്പോൾ എൽ അബാനിയാണോ തെൽ അബാനിയാണോ തെൽ അബുവാണോ? എൽ അബാനിയാണ് കറക്റ്റ് ആൻസർ. ബിക്കോസ് എൽ അബാനി എന്ന് പറഞ്ഞാൽ 2 പേർ കളിക്കും എന്നാണ്. തെൽ അബാനി എന്ന് പറഞ്ഞാൽ 2 സ്ത്രീകളെ കളിക്കുന്നത്. പക്ഷേ സെയ്ദും അനീസും സ്ത്രീകളാണോ? അല്ല, പുരുഷന്മാരാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് യാ വേണം, ത അല്ല. എൽ അബാനി. 5. ഷഗൽന. ഷഗൽന എന്നുള്ളത് മാദിയാണോ മുളാരിയാണോ നാക്കിസാണോ? മാദിയായ ഫീലാകുന്നു. ഇനി നമുക്ക് 8ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നുഅർജിബ് അറബിയാക്കുക. നുഅർജിബ് എന്ന് പറഞ്ഞാൽ അറബിയാക്കാന്ന് കേട്ടോ. 1ാമത്തെ ചോദ്യം, ഞാൻ പല്ലുകൾ വൃത്തിയാക്കി. നല്ലഫ്തുൽ അസ്നാന എന്നാണ് അതിന് അറബി കേട്ടോ. നല്ലഫ്തു എന്ന് പറഞ്ഞാൽ ഞാൻ വൃത്തിയാക്കി. അസ്നാന പറഞ്ഞാൽ പല്ലുകൾ. 2. അവർ ഇരുവരും ഗാർ സൗറിൽ 3 ദിവസം താമസിച്ചു. ആഷ കിലാഹുമ അവർ 2 പേരും താമസിച്ചു. സലാസത അയ്യ 3 ദിവസം. ഫി സൗർ ഗാർ ഗുഹയിൽ. ആഷ കിലാഹുമ സലാസത അയ്യാം ഫി സൗർ ഗാർ. സൗർ എന്ന് പറഞ്ഞാൽ മറ്റേ ആ ഗുഹ ഉണ്ടല്ലോ, സൗർ ഗുഹ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. 3. ആയിഷ അവളുടെ ബാഗ് എടുത്തു. ഇത് അറബിയാക്കണം. ആയിഷ എന്നുള്ളത് ആ കുട്ടീൻ്റെ പേരാണല്ലേ. അവളുടെ ബാഗ് എടുത്തു. അപ്പോൾ ഹൽ അഖസ്തി ആയിഷ ഹഖീബത്തുഹ. ഹൽ അഖസത് ആയിഷ ഹഖീബത്തുഹ എന്നാണ് അർത്ഥം. അതിൻ്റെ അറബി അർത്ഥം. 4. ഞാൻ ഇന്നലെ ഒരു ജുസ് ഓതി. അപ്പോൾ ഞാൻ ഓതി എന്നുള്ളതിന് ഖറാഅത്തു. ഒരു ജുസ് എന്നുള്ളത് ജുസ് വാഹിദ. ഇന്നലെ എന്നുള്ളതിന് അർത്ഥം അംസി. അപ്പോൾ ഖറാഅത്തു ജുസ് വാഹിദ് അംസി. 5. എൻ്റെ ക്ലാസ്സിൽ 10 കുട്ടികളുണ്ട്. എൻ്റെ ക്ലാസ് എന്നുള്ളതിന് ക്ലാസ് എന്നുള്ളത് എന്താ പറയുക? അതെ, സഫ് എന്ന് പറയല്ലേ. അപ്പോൾ എൻ്റെ ക്ലാസ് എന്നുള്ളതിന് ഫിസഫി എന്ന് പറയും. എൻ്റെ ക്ലാസ്സിൽ 10 എന്നുള്ളതിന് അഷറ, കുട്ടികൾ എന്നുള്ളതിന് അത്ഫാൽ. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ 10 കുട്ടികളുണ്ട്. ഫിസഫി അഷറത്ത് അത്ഫാൽ. 9. നക്തബൽ മാന ഉത്തരം എഴുതുക. ശരിക്കത്ത്, തന്നൂറ, ഫുർഷാത്ത്, ദുവാമ, ബാഹത്ത്. ബാഹത്ത് എന്ന് പറഞ്ഞാൽ മുറ്റം, ദുവാമ എന്ന് പറഞ്ഞാൽ ചുഴലിക്കാറ്റ്, ഫുർഷാത്ത് എന്ന് പറഞ്ഞാൽ ബ്രഷ്, തന്നൂറ പാവാട, ശരിക്കത്ത് ബിസിനസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. നമ്മളിപ്പോൾ ഈ ഒരു ക്ലാസ്സോടെ കൂടെ 2018 മുതൽ 2023 വരെയുള്ള 5 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷൻ നമ്മുടെ ചാനലിൽ നമ്മളിതോടെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. എല്ലാവർക്കും നല്ലൊരു വിജയം നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.